അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 153. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. صدق الله مولانا العظيم. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സൂറത്തുൽ ഫജ്റിലെ അവസാന ഭാഗത്തുള്ള ഈ ആയത്തുകൾ ഇന്നലെ നാം ചർച്ച ചെയ്തതാണ് വിശദമായി. എന്നാൽ ഈ ആയത്തുകൾ സന്തോഷത്തോടുകൂടെ സ്വർഗത്തിലേക്ക് പോകാനുള്ള അറിയിപ്പായിട്ട് മനുഷ്യനോട് മരണനേരത്തും പുനരുത്ഥാന സമയത്തും സ്വർഗപ്രവേശനത്തിൻ്റെ സമയത്തുമാണ് പറയപ്പെടുക എന്ന് നമ്മൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട അല്ലാമ അൽ ഹാഫിദ് ഇബ്നു കസീർ രേഖപ്പെടുത്തിയത് കാണാം. വകദാലിക ഹാഹുന, അതേ രൂപത്തിൽ തന്നെയാണ് അവിടെ വെച്ചൊക്കെ പറയപ്പെടും എന്ന് പറഞ്ഞതിൻ്റെ ശേഷം പറഞ്ഞു, ഈ ദുനിയാവിൽ വെച്ചും ഇത് മനുഷ്യനോട് പറയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നേരിട്ട് അള്ളാഹു നമ്മളോട് പറയുന്നില്ലെങ്കിലും വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തആല ഈ വിഷയം നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു എന്നർത്ഥം. ഇപ്പോഴൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദുനിയാവിനെ പ്രണയിച്ച് ദുനിയാവാണ് എല്ലാമെന്ന് മനസ്സിലാക്കി വഷളായിപ്പോയ മനുഷ്യൻ്റെ ദുര്യോഗം പറഞ്ഞതിന് ശേഷം അള്ളാഹു തആല ഉണർത്തുകയാണ്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന. ഇലാഹി സ്മരണയിൽ ശാന്തി കണ്ടെത്തുന്ന, സമാധാനം കണ്ടെത്തുന്ന ശരീരമേ, ആത്മാവേ, മനുഷ്യ, അള്ളാഹുവിനെ ഓർക്കുക, അള്ളാഹുവിനെ ആരാധിക്കുക. ഇതിൽ സമാധാനം കണ്ടെത്തുന്നവനുണ്ടെങ്കിൽ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് അള്ളാഹു പറഞ്ഞല്ലോ. അള്ളാഹുവിനെ സ്മരിക്കുന്നത് കൊണ്ടാണ് സമാധാനം ലഭിക്കുന്നത്. അപ്പം ഇത്തരത്തിൽ സമാധാനം കണ്ടെത്തുന്ന വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, വിശ്വാസിയുടെ ആത്മാവിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഇർജിഇ ഇലാ റബ്ബിക്കി. അങ്ങനെ ഒരു വിശ്വാസവും ഉറപ്പും നിനക്കുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ ചാരത്താണ് സമാധാനം എന്നുറപ്പുണ്ടെങ്കിൽ, നീ നിൻ്റെ ഉടമയായ റബ്ബിലേക്ക് മടങ്ങണം. എല്ലാം ഒഴിവാക്കി റബ്ബിലേക്ക് മടങ്ങൂ. എങ്ങനെയാ റബ്ബിലേക്ക് മടങ്ങേണ്ടത്? റാളിയത്തൻ മർളിയ, അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ സംതൃപ്തി അടഞ്ഞുകൊണ്ട്, അള്ളാഹു തന്നത് പൊരുത്തപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ ക്ഷമിച്ചുകൊണ്ട്, ഇങ്ങനെ നീ റാളിയത്തൻ, അള്ളാഹുവിനെ പൊരുത്തപ്പെട്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് നീ തിരിക്കുകയാണെങ്കിൽ, മർളിയത്തൻ, അപ്പോൾ നീ മർളിയത്തുമാകും. അതായത് പൊരുത്തപ്പെടുന്നവനാകുമ്പോൾ പൊരുത്തപ്പെട്ടവനുമാകും. പൊരുത്തപ്പെട്ട ആത്മാവുമാവും നിൻ്റെ ആത്മാവ്. അതായത് അള്ളാഹു തിരിച്ച് നിന്നെ ഇങ്ങോട്ട് തൃപ്തിപ്പെടും. അള്ളാഹു പറഞ്ഞത് നിനക്കിഷ്ടമാണെങ്കിൽ, പടച്ച റബ്ബിൻ്റെ നിയമവിലക്കുകളെ നീ ഇഷ്ടപ്പെട്ടു, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിനക്ക് വിധിച്ചതും തീരുമാനിച്ചതും നീ പരാതികളില്ലാതെ ഇഷ്ടപ്പെട്ടു, അതിൽ സംതൃപ്തിയടഞ്ഞു എങ്കിൽ, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിലൊക്കെ നീ സംതൃപ്തനാണെങ്കിൽ, നീ പറയുന്നതിൽ അള്ളാഹുവും സംതൃപ്തനായിരിക്കും. നിൻ്റെ ഉദ്ദേശ്യം എന്താണോ, നിൻ്റെ താല്പര്യം എന്താണോ, അത് മനസ്സിലാക്കിയിട്ട് നീ പറയും പോലെ അള്ളാഹു പ്രവർത്തിക്കും. അതെന്തിന്? നിന്നോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയാണ്, അല്ലാതെ നിന്നെ പേടിച്ചിട്ടല്ല. ഏതുപോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ചൊല്ലുമ്പോൾ അള്ളാഹു തആല കഅബയിൽ നിന്ന് ഖിബില ചേഞ്ച് ചെയ്ത് ബൈത്തുൽ മുഖദ്ദസിലേക്കാക്കി. ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഖിബില മാറ്റിയപ്പോൾ അള്ളാഹു തആല വഅദ ചെയ്തിരുന്നു, കരാർ ചെയ്തിരുന്നു, തൽക്കാലം ജൂതന്മാരെ അനുനയിപ്പിക്കുന്നതിൻ്റെ ഭാഗമായുള്ള ഒരു തന്ത്രമാണിത്. അതുകൊണ്ട് നബിയെ, തങ്ങൾ ഇത് സ്വീകരിക്കണം എന്ന് പറഞ്ഞ് നിങ്ങളെ നമ്മൾ പഴയ ഖിബിലയിലേക്ക് തന്നെ, കഅബയിലേക്ക് തന്നെ തിരിച്ചു തരും എന്ന
വാഗ്ദത്തത്തോടുകൂടെ അല്ലാഹു തആല ഖിബ്ല ചേഞ്ച് ചെയ്തപ്പോൾ ഒരു വിഷമവുമില്ലാതെ അള്ളാഹുവിൻ്റെ റസൂൽ അത് സ്വീകരിക്കുകയായിരുന്നു. അള്ളാഹു പറഞ്ഞതല്ലേ, ഒരു വിഷമവുമില്ല. എന്നാലും മനസ്സിൻ്റെ ഉള്ളിൽ അള്ളാഹു പഴയ ഖിബ്ലയിലേക്ക് തിരിച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എപ്പോഴാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാസങ്ങൾ പിന്നിടുമ്പോൾ അതാ ഇടയ്ക്കിടെ വാനലോകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. വഹി വരുന്നുണ്ടോ, ഖിബ്ല മാറ്റം അറിയിച്ചുകൊണ്ട് വഹി വരുന്നുണ്ടോ എന്ന് നോക്കാൻ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മനസ്സിൽ ഒരു താല്പര്യമുണ്ട്, പഴയ കഅബ തന്നെ ഖിബ്ലയായി കിട്ടണം. പക്ഷേ അള്ളാഹു പറഞ്ഞത് പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ട് തന്നെ ഒരു വെറുപ്പുമില്ലാതെ ഒരു മാനസിക പ്രയാസവുമില്ലാതെ ബൈത്തുൽ മുഖദ്ദസ് ഖിബ്ലയാക്കി നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പം അള്ളാഹു തആല തിരുനബിയുടെ തൃപ്തിയെയും മാനിക്കുകയാണ്. അള്ളാഹു തആല പറഞ്ഞു, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ, അല്ലയോ നബി തങ്ങൾ ഇടയ്ക്കിടെ വാനലോക മുകളിലേക്ക് നോക്കുന്നത്, തങ്ങളുടെ മുഖം തിരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് തങ്ങളെ. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹ, അതുകൊണ്ട് വിഷമിക്കേണ്ടതില്ല, നിങ്ങളെ നാം തിരിക്കുകയാണ് ഖിബ്ലതൻ തർളാഹ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഖിബ്ലയിലേക്ക്. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, അതുകൊണ്ട് നിങ്ങൾ മസ്ജിദുൽ ഹറാമിൻ്റെ ഭാഗത്തേക്ക് മുഖം തിരിക്കുക. വഹൈസുമാ കുന്തും ഫവല്ലു വുജൂഹക്കും ശത്റ, ഇനി എവിടെയാണെങ്കിലും, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ശരി, നിങ്ങൾ മുഖം തിരിക്കേണ്ടത് മസ്ജിദുൽ ഹറാമിൻ്റെ ഭാഗത്തേക്കാണ്. ഇനി ഇതിലൊരു മാറ്റമില്ല. കണ്ടോ, ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹ, അല്ലാഹു ഫലനുവല്ലിയന്നകൽ കഅബ, നാം നിങ്ങളെ കഅബയിലേക്ക് തിരിക്കുന്നു എന്നല്ല പറഞ്ഞത്, മറിച്ച് പറഞ്ഞത് ഖിബ്ലതൻ തർളാഹ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഖിബ്ലയിലേക്ക്. അപ്പം നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ എൻ്റെ ഇഷ്ടത്തിൽ പൂർണ്ണമായി നിന്നതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഇഷ്ടത്തിൽ നിൽക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് ഇതാ കഅബയിലേക്ക് തന്നെ നിങ്ങളെ തിരിച്ചു തരുന്നു. ഇതാണ് അള്ളാഹുവിനെ പൂർണ്ണമായി അനുസരിക്കുന്നവരുടെ ഇഷ്ടാനിഷ്ടങ്ങളെ അള്ളാഹു മാനിക്കും. ഇന്ന മിൻ ഇബാദില്ലാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് കാണാം, ഇമാം ബുഖാരി സ്വഹീഹിൽ ഉദ്ധരിക്കുന്നത്, ഇന്ന മിൻ ഇബാദില്ലാഹ്, തീർച്ചയായും അള്ളാഹുവിൻ്റെ അടിമകളിലുണ്ട്, മൻ, ഒരുത്തരുണ്ട്, ഒരു സ്വഭാവമുള്ളവരുണ്ട്, ലൗ അഖ്സമ അലല്ലാഹ്, അവരല്ലാഹുവിനെ മുൻനിർത്തി, പടച്ചോനെ നീ ഇന്ന കാര്യം ചെയ്യണം, ഇന്നയാൾക്ക് ഇന്നതങ്ങ് ചെയ്യണം, അയാൾക്കിനി രോഗം വേണ്ട, അയാൾക്ക് ആ ഓപ്പറേഷൻ വേണ്ട, അയാളുടെ രോഗം സുഖപ്പെടുത്തണം എന്നൊക്കെ അള്ളാഹുവിനെ മുൻനിർത്തി അവർ സത്യം ചെയ്താൽ ല അബറഹു, അള്ളാഹു അവരെ വിചാരിച്ച് അത് നടപ്പിലാക്കി കൊടുക്കും. അത് അവരോടുള്ള സന്തോഷം കൊണ്ടാണ് അങ്ങനെ നടപ്പിലാക്കി കൊടുക്കുന്നത്. ഇതാണ് ഇർജിഇ ഇലാ റബ്ബിക്കി റാളിയത്തൻ മർളിയ, നീ റാളിയായി മടങ്ങുമ്പോൾ മർളിയുമായിരിക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, നീ അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ നിൽക്കുമ്പോൾ അള്ളാഹു നിൻ്റെ തൃപ്തിയിൽ നിൽക്കും. ഈ ഒരു മക്കാമിലേക്ക്, പോസ്റ്റിലേക്ക് നീ എത്തിക്കഴിഞ്ഞാൽ, റാളിയത്തൻ മർളിയത്തൻ എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അള്ളാഹുവിനെ അങ്ങോട്ടും അള്ളാഹു ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട് രണ്ടു ഭാഗത്തു നിന്നും സ്നേഹം സന്ധിക്കുന്ന സമയത്ത്, അന്ന് മനുഷ്യ വദുഖുലി ഫി ഇബാദി വദുഖുലി ജന്നതി, അതെ, അന്ന് നിനക്ക് ഈ ഭൂമി ലോകത്ത് എൻ്റെ അടിമകളുടെ ലിസ്റ്റിൽ നിനക്ക് ഉൾപ്പെടാം. നാളെ സ്വർഗത്തിൽ എൻ്റെ അടിമകളോടൊപ്പം നിനക്ക് ആഖിറത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യാം. ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി, ഇതാണ് ഈ ആയത്തിൻ്റെ അർത്ഥതലങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെയും ഒരർത്ഥമുണ്ട് എന്ന്. ഇത് അല്ലാമ ഇസ്മായിലുൽ ഹഖിയും അതുപോലെ തന്നെ ഇബ്നു കസീറും ഇമാം ഖുശൈരിയുമൊക്കെ ഇത് വളരെ ഭംഗിയായിട്ട് വിശദീകരിക്കുന്നതും കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഖുബാസ് ഇബ്നു റസീൻ പറയുകയാണ്, ഞാൻ റോം രാജ്യത്ത് അറസ്റ്റിലായി. റോം രാജാവ്, ഞങ്ങൾ ഒരു കൂട്ടം ആളുകൾ അറസ്റ്റിലായപ്പോൾ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി. അദ്ദേഹത്തിൻ്റെ മതം സ്വീകരിക്കണം, നസ്രാനി മതത്തിലേക്ക് മാറണമെന്ന് പറഞ്ഞു. ഞങ്ങൾ മാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ അവിടെ നിർത്തിയിട്ട് ആരെങ്കിലും ദീൻ മാറാൻ വിസമ്മതിക്കുകയാണെങ്കിൽ അവൻ്റെ തല ഞാൻ വെട്ടിക്കളയണം, കഴുത്ത് ഞാൻ വെട്ടിക്കളയണം എന്നത് തീരുമാനമാക്കി. അങ്ങനെ 3 പേർ മുർത്തദ്ദായി, തല പോകുമോ എന്ന് ഭയന്ന്. 4-മൻ വന്നപ്പോൾ അയാൾ വിസമ്മതിച്ചു, തല പോയാലും ഞാൻ മുർത്തദ്ദാവില്ല, ദീനിൽ നിന്ന് ഒരിക്കലും പിന്മാറുകയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ അദ്ദേഹത്തിൻ്റെ തലവെട്ടി. അതിൽ ബഹുമാനപ്പെട്ടവർ കുറ്റക്കാരനാവില്ല, കാരണം നിർബന്ധത്തിന് വഴങ്ങിയാണ് അങ്ങനെ ചെയ്യുന്നത്.
എന്നിട്ട് ആ വെട്ടിയ തല തൊട്ടടുത്തുള്ള പുഴയിലേക്കെറിഞ്ഞപ്പോൾ ആ തല പുഴയിലങ്ങ് ആണ്ടുപോയി. പിന്നീട് അത് ജലപരപ്പിലേക്ക് ഉയർന്നു വന്നു. എന്നിട്ട് ഈ മുർത്തദ്ദായി നിൽക്കുന്ന മൂന്നാളെ നോക്കിക്കൊണ്ട് ആ വെട്ടിയിട്ട തല സമുദ്രത്തിൽ നിന്ന് സംസാരിക്കുന്നു. ഇത് രേഖപ്പെടുത്തുന്നത് അല്ലാമ അൽ ഹാഫിദ് ഇബ്നു കസീറും കൂടെയാണ്. വ്യക്തമായ തെളിവില്ലാത്ത ഒരു വിഷയവും ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ അദ്ദേഹം തയ്യാറാവില്ല എന്നും കൂടെ കൂട്ടത്തിൽ ഉണർത്തുകയാണ്. അയാൾ പറഞ്ഞു, യാ ഫുലാൻ യാ ഫുലാൻ യാ ഫുലാൻ, ഓ സഹോദര ഓ സഹോദര. 3 പേരെയും വിളിച്ചുകൊണ്ട് യുനാദിഹിം ബി അസ്മായിഹിം, അവരുടെ പേര് വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അല്ലാഹു തആല അവൻ്റെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. നിങ്ങൾ എന്തിനു മുർത്തദ്ദായി? ഞാൻ സ്വർഗത്തിലേക്ക് പോകുകയാണ്, ഞാൻ സ്വർഗത്തിലേക്ക് പോയി എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും ആ കടലിലേക്ക് തന്നെ അങ്ങ് ഊളിയിട്ടു. അപ്പോൾ അവിടെ കണ്ടു നിന്നിരുന്ന ധാരാളം നസ്വാറാക്കൾ, ക്രിസ്ത്യാനികൾ, അവർ മുഴുവനും മുസ്ലിമീങ്ങളായി. അതാ റോമ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ ഭരണ കസേര തെറിച്ചു എന്നു മാത്രമല്ല, 3 പേർ മുർത്തദ്ദായ 3 പേർ ഇസ്ലാമിലേക്ക് തന്നെ തിരിച്ചു വന്നു. അബൂ ജഅഫറുൽ മൻസൂർ ഞങ്ങളെ മോചിപ്പിച്ചു എന്ന് ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തുന്നത് അല്ലാമ അൽ ഹാഫിദ് ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഖുബാസ് ഇബ്നു റസീൻ ആണ് ഈ സംഭവം വിശദീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അനുഭവം പറയുകയാണ്. അപ്പോൾ ദുനിയാവിൽ നിന്നും എല്ലായിടത്തു നിന്നും ഇത്തരം സന്തോഷങ്ങൾ മോമിനിങ്ങളായ ആളുകൾ കറാമത്ത് മുഖേന ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ഈമാനിൻ്റെ കുറവ് കൊണ്ടാണ് നമുക്കിതൊന്നും മനസ്സിലാക്കാൻ സാധിക്കാത്തത്. അള്ളാഹു നമ്മെ എല്ലാവരെയും മുത്മഇന്നത്തായ നഫ്സിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹുവിലേക്ക് റാദിയും മർദിയുമായി മടങ്ങി അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽപ്പെട്ട് സ്വർഗം നേടാൻ നമ്മെ തുണക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.